ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്നൊരു വെറൈറ്റി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് മൈദയൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ചിക്കൻ സ്റ്റഫ്ഡ് പൊരിച്ച പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് പൊരിച്ച പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടി വാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. നമ്മൾ പൊടിക്ക് വെള്ളം എടുക്കുമ്പോൾ ഓരോ പൊടിക്കും വ്യത്യാസമായിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ പാക്കറ്റും എഴുതിയിട്ടുണ്ടാവും എത്രത്തോളം വെള്ളം എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് സാധാ പത്തിരിപ്പൊടിയാണ്. അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട് ഒരു കപ്പിന് 1.25 കപ്പ് എന്നുള്ള കണക്കിലാണ് കേട്ടോ വെള്ളം വേണ്ടിയത്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൽക്ക് 2.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് തരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൽക്ക് എടുത്ത് വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കാൻ നേരത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കിയിട്ട് ഈ വെള്ളത്തിൻ്റെ നനവ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. പൊടിയൊക്കെ ഒന്ന് നല്ലോണം സോഫ്റ്റായി കിട്ടാനാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അതിനുശേഷം ഒരു പരന്ന തട്ടിലേക്ക് നമുക്ക് ഈ ഒരു പൊടി മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയാലും മതി. നല്ലോണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊടി ഞാനൊന്ന് പരത്തി വെക്കണുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ നല്ല ആവിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടോട് കൂടിയിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. എന്നാലും ആ ഒരു വലിയ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. ഇതിൽക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊരിച്ച പത്തിരിക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ പാത്രത്തിൽ വെള്ളം അടുത്ത് വെക്കണം കേട്ടോ. കാരണം ഇത് അത്യാവശ്യം നല്ല ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ സാധാ പത്തിരിക്കൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അല്ലേ, നല്ല ചൂടോട് കൂട്ടിയാണ് പൊടി കുഴച്ചെടുക്കൽ. അപ്പോൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത ചൂടാവുമ്പോൾ നമ്മൾ അടുത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊന്ന് നനച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. നല്ല ചൂടിൽ കുഴച്ചെടുത്താലേ പത്തിരിക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ പത്തിരിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽക്ക് 1-2 ഐറ്റംസും കൂടി മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽക്ക് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയും പിന്നെ ഒരു 8-10 അല്ലി ചെറിയ ഉള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടിയും ചേർത്തിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇതിൽക്ക് കരിഞ്ജീരകം ചേർക്കണം. 1 ടീസ്പൂൺ കരിഞ്ജീരകം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കറുത്ത എള്ള് ചേർക്കതിന് പകരമായിട്ട്, പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് കരിഞ്ജീരകം തന്നെയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മളെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അത് ആ ബേസ് അവിടെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ബേസിൽ ഈ പൊടി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള പൊടി ഇട്ട് കൊടുത്താൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ചപ്പാത്തി കോല് വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തുമ്പോൾ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരേ കനത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒരു 3/4 ഇഞ്ച് കനത്തിലാണ് കേട്ടോ നമുക്കിത് ഓരോ പത്തിരിയും വേണ്ടി. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു കനത്തിൽ നമ്മൾ ഏകദേശം ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ബോട്ടിലിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ആ പൊടിയിൽ ഞാൻ പറ്റുന്ന അത്രയും ആ ഒരു പത്തിരിയിൽ ചെറുതായി വട്ടങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പൊടി നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് എടുക്കുക. ഇത് ഒഴിവാക്കണ്ട കേട്ടോ. ഇത് വീണ്ടും കുഴച്ചിട്ട് ഇനി ഇതേപോലെ പരത്തി ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് പത്തിരി വേണ്ടിയത്. അത്യാവശ്യം കനത്തിൽ വേണം, ഒരു 3/4 ഇഞ്ച് കനത്തിലൊക്കെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ പത്തിരി പൊന്തി വരില്ല. പിന്നെ നമുക്കിത് സ്റ്റഫ് ചെയ്യാനുള്ളതും അല്ലേ. അപ്പോൾ ഇത്രയും പത്തിരി പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പൊടിയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് വീണ്ടും പരത്തിയിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കും. ഇതേപോലെ നമുക്കിതിന്ന് പറ്റുന്ന അത്രയും വട്ടങ്ങൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ 2 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് ഞാൻ ഇത്രയും പീസുകളാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയിട്ട് വട്ടത്തിൽ കുറച്ച് കട്ടിയിൽ വട്ടത്തിൽ പരത്തിയെടുത്താലും മതി, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇത് പൊരിക്കാനുള്ള ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. അതിന് ശേഷം പത്തിരികൾ അതിൽ ഓയിലിൽ കൊള്ളുന്ന അത്രയും പത്തിരികൾ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ അത് നല്ല ബബിളായിട്ട് ഇങ്ങോട്ട് പൊന്തി വരും കേട്ടോ.
ഇതുപോലെ പത്തിരികൾ പൊന്തി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ആക്കിയിട്ട് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതാ ഒരു സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള പത്തിരികളും ഇതുപോലെ നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിൽക്ക് ഫില്ല് ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. ഇതിൽക്ക് നമ്മൾ പൊരിച്ച ഓയിലില്ലേ, അതിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽക്കൊരു 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളക്, നമ്മൾ എരിവിൻ്റെ ആവശ്യത്തിന് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ സ്റ്റഫ്ഡ് പൊരിച്ച പത്തിരിയല്ല ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ ഓൾറെഡി ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ച് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ അതിൽക്കൊരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഇനി ഇതിൽക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ നിന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ മുളക് പൊടി ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ മസാലപ്പൊടികളുടെയൊക്കെ ആ ഒരു റോ സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതിൽക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടി ഒന്ന് നന്നാക്കി മിക്സ് ആക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഇതിൽക്ക് നമ്മൾ മയണൈസ് ആവശ്യം ഉണ്ട് കേട്ടോ. മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു മുട്ട വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ഏകദേശം 1/4 ഭാഗത്തോളം മയണൈസ് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഷോപ്പിൽ നിന്ന് വാങ്ങിയ ബോട്ടിൽ മയണൈസ് ആണെന്നുണ്ടെങ്കിൽ അതും എടുക്കുക. അപ്പോൾ അതും ചേർക്കുമ്പോൾ നമ്മൾ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സാക്കി നോക്കുക. എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. നമുക്ക് കൂടുതൽ മയണൈസൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എനിക്കത് കൂടുതൽ ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മുട്ട വെച്ചിട്ടുണ്ടാക്കിയ മയണൈസിൻ്റെ ഒരു 1/4 ഭാഗം മയണൈസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പൊരിച്ച പത്തിരിയും റെഡി ആയിട്ടിരിക്കുകയാണ്. പൊരിച്ച പത്തിരി നമ്മൾ ഇതുപോലെ ഇങ്ങനെ തന്നെ ചായൻ്റെ കൂടെ കഴിക്കൂലേ, സ്നാക്കായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടും കഴിക്കും. ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റഫ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോക്കറ്റ് പോലെ ഉണ്ടാവും. നമ്മൾ എന്താ പറയുക 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. ഇത് അത്യാവശ്യം നമ്മൾ ഓയിലിടുമ്പോൾ നല്ല പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ബബിളായിട്ട് പൊന്തി വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ലൊരു പോക്കറ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ ആ സ്പേസിലേക്കാണ് നമ്മൾ ഈ ഒരു മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് മസാല ഫില്ല് ചെയ്യരുത്. ഒരുപാട് മസാല ഫില്ല് ചെയ്താൽ അതിങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പോൾ ഒരു 1.5 ടീസ്പൂണൊക്കെ മസാല ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളിത് കൂടുതൽ വേറെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ പത്തിരിയും നമുക്കിതുപോലെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് മസാല ഫില്ല് ചെയ്തിട്ട് വെച്ചാൽ മതി. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.